ഹായ് ഗൈസ്, അപ്പൊ നമ്മളുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ എല്ലാ മക്കൾക്കും ഡൗട്ട് ഉള്ള ഒരു ഭാഗമാണ് എന്ത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് വാലൻസി, സംയോജകത, ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്ന ഒരു ഭാഗം. ഓക്കെ, കുറച്ച് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? എ ബി സി ഡി എന്ന് പറയുന്ന എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം ഇവിടെ നൽകിയിട്ടുണ്ട്. A question, which element shows +2 oxidation state? +2 oxidation ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന എലമെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. എ എന്ന് പറയുന്ന എലമെന്റ് ഏത് ബ്ലോക്കാണ്? അവസാനത്തെ കാണുന്ന ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന സബ്ഷെല്ലായിരിക്കും അതിന്റെ ബ്ലോക്ക് വരുന്നത്. എസ് ബ്ലോക്കിലാണ് അത് വരുന്നത്. നമുക്കറിയാം എസ് ബ്ലോക്കിലെ എലമെന്റ്സ് എല്ലാം ലാസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ നോക്കിയേ, ഈ എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 അഥവാ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാണ്, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ പ്ലസ് ചാർജ് ആണ് കൊടുക്കുന്നത്, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിന്റെ വാലൻസി സംയോജകത എന്ന് പറയുന്നത് എത്രയാണ്? 1 അല്ലെ? കൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് വാലൻസി അഥവാ സംയോജകത. ബി, രണ്ടാമത്തെ എലമെന്റ് ആണ് ബി. ബി എന്ന് പറയുന്ന എലമെന്റ് ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്കാണ്. പി ബ്ലോക്ക്. പി ബ്ലോക്ക് ആവുമ്പോ ഈ എസിലെയും പിയിലെയും ഇലക്ട്രോണുകൾ ആഡ് ചെയ്യണം. 6 ഇലക്ട്രോൺ കിട്ടും. 6 ഇലക്ട്രോണിന് ഒരു എലമെന്റിന് കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. ഒരു എലമെന്റിന് കൊടുക്കാൻ കഴിയുന്ന മാക്സിമം ഇലക്ട്രോൺ എത്രയാണ്? 3 ഇലക്ട്രോണിനെ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ 6 ഇലക്ട്രോൺ കയ്യിലുണ്ട്, പക്ഷെ ഇയാൾക്ക് സ്റ്റെബിലിറ്റി കിട്ടിയിട്ടില്ല അല്ലെ? സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 8 ഇലക്ട്രോണുകൾ വേണം. അതായത് ബി എന്ന് പറയുന്ന എലമെന്റിന് 2 ഇലക്ട്രോണും കൂടി കിട്ടിയാൽ മാത്രമാണ് 8 ഇലക്ട്രോൺ ഫുള്ളാകുന്നത്. അപ്പോ 2 ഇലക്ട്രോൺ അയാൾ വാങ്ങും. വാങ്ങുക എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എന്ന് കാണിക്കാൻ -2 എന്നിട്ട് കൊടുത്തു. അതിന്റെ സംയോജകത അല്ലെങ്കിൽ വാലൻസി, വാങ്ങുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2. അടുത്തത് സി എന്ന് പറയുന്ന എലമെന്റും പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്ക് ആവുമ്പോ പിയിലെയും എസിലെയും ഇലക്ട്രോണുകൾ ആഡ് ചെയ്യണം. 7 ഇലക്ട്രോൺ അയാളുടെ കയ്യിലുണ്ട്. 8 ആകാൻ ഇനി എത്ര ഇലക്ട്രോൺ വേണം? 1 ഇലക്ട്രോണും കൂടി വേണം അയാൾക്ക്. അപ്പോ 1 ഇലക്ട്രോണിനെ അയാൾ വാങ്ങും, -1. അതിന്റെ വാലൻസി അപ്പൊ 1 ആണ് ലഭിക്കുക. അതേപോലെ ഡി എന്ന് പറയുന്ന എലമെന്റ് എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്കിലെ എന്താണ് വരുമ്പോ എന്താ ചെയ്യേണ്ടത്? എസിലെ ഇലക്ട്രോണിനെ അയാൾ ഡൊണേറ്റ് ചെയ്യും. എസ് 2 ഇലക്ട്രോണുകൾ ഉണ്ട്, 2 ഇലക്ട്രോൺ. ഇപ്പോ +2. അതിന്റെ വാലൻസി എത്ര വരുന്നത്? 2 ആണ് അതിന്റെ വാലൻസി വരുന്നത്. ഓക്കെ, എ ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഷോസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഇതിൽ ഏതിനാണ് +2 കാണിക്കുന്നത്? ഡി എലമെന്റിനാണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, റൈറ്റ് മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് ബൈ എലമെന്റ്സ് എ ആൻഡ് ബി. എയും ബിയും കൂടി ഉണ്ടാക്കുന്ന സംയുക്തത്തിന്റെ അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതണം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. എ എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ +1 ആണ്. ബി എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സീകരണാവസ്ഥ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. നമ്മളൊരു കോമ്പൗണ്ട് എഴുതുമ്പോൾ എപ്പോഴും ആദ്യം എഴുതേണ്ട ഇലക്ട്രോണിനെ കൊടുക്കുന്ന, ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. ഇനി അത് നോക്കണ്ട, പ്ലസ് ഉള്ള ആളെയാണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം എ എന്ന് പറയുന്ന എലമെന്റിനെ എഴുതി. എ എന്ന് പറയുന്ന എലമെന്റിനെ ആദ്യം എഴുതിയിട്ടുണ്ട്. ദെൻ ബി, മൈനസ് ഇലക്ട്രോണിനെ വാങ്ങുന്ന ആളെ രണ്ടാമത് എഴുതി. ബി എന്ന് പറയുന്ന എലമെന്റിനെ സെക്കൻഡ് എഴുതി കൊടുത്തു. ഇനി ഇവരുടെ വാലൻസികൾ, സംയോജകത എന്ത് ചെയ്യണം? നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തിട്ട് കൊടുക്കണം. എ എന്ന് പറയുന്ന എലമെന്റിന്റെ വാലൻസി 1 ആണ്. അത് ആർക്ക് ഇട്ട് കൊടുക്കണം? ബിക്ക് ഇട്ട് കൊടുക്കണം. പക്ഷെ നമ്മൾ സാധാരണ 1 എന്ത് ചെയ്യാറില്ല, അവിടെ ഇട്ട് കൊടുക്കാറില്ല. അപ്പൊ 1 ഇടേണ്ട ആവശ്യമില്ല. ദെൻ ബി എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ +2, വാലൻസി 2 ആണ്. ആ 2 ആർക്ക് ഇട്ട് കൊടുക്കണം? എ എന്ന് പറയുന്ന എലമെന്റിന് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എന്ന് പറയുന്നത് A2B ആണ്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക, കോമ്പൗണ്ട് എഴുതുമ്പോൾ എപ്പോഴും ആദ്യം എഴുതേണ്ടത് പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആളെയും മൈനസ് ഇട്ട് കൊടുക്കേണ്ടത്
സെക്കൻഡ് എഴുതുന്ന ആള് മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇട്ട് കൊടുക്കുന്ന ആളെയുമാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോകുക. ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കുറച്ച് പ്രോപ്പർട്ടീസ്, നമ്മുടെ എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടാകും. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ പഠിച്ചിട്ട് തന്നെ പോവുക.